ഹലോ ഗായ്സ്, അങ്ങനെ തന്നെ കുറച്ച് കിളികളുടെ വിശേഷങ്ങളാവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കിളികൾ വാങ്ങിയതും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണാവാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഈ ഒരു വൈറ്റ് കിളി ഉണ്ടല്ലോ, ഈ ഒരു ഓറഞ്ച് ചുണ്ടുള്ള ഒരു നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു കിളീനെ. അങ്ങനെ അതാ ഈ ഒരു കിളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചകിരിയും കാര്യങ്ങളും താഴെ ഇട്ടിട്ട് കൂടിൻ്റെ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കി അവർ കൂടുണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു കൊട്ടയിൽ കൂടുണ്ടാക്കിയിട്ടുണ്ട്. അവർ മുട്ടയിടാനുള്ള ചെറിയൊരു പ്ലാനിങ്ങിലാട്ടോ. അങ്ങനെ ഒരുപാട് നല്ല രസമുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കിളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ആദ്യക്കൂട്ടം കുറേ നേരം കിളി എന്നൊക്കെ പറഞ്ഞ് കിളീൻ്റെ കൂടിൻ്റെ ഉള്ളിൽ വിരലിട്ട് കുറേ നേരം കിളി എന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കര ഇഷ്ടമാണ് കിളീനെ കാണാൻ. അങ്ങനെ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ രണ്ടുപേര് റൂമിൽ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റേതായ പണികളുണ്ടായിരുന്നു. റൂം നന്നാക്കലും കുറേ അധികം തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് എല്ലാ പണികളും ഒന്ന് കഴിയണ വരെ ആദ്യക്കൂട്ടിന് പാറും കൂടി കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ ഈ തോക്ക് ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. അന്ന് കുറച്ച് ദിവസം മാത്രം കളിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്നുള്ളത്. എല്ലാതും കാണുമ്പോൾ ഒന്നുകൊണ്ടുള്ള കളികളുണ്ടാവില്ല, കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കളിയിലായിട്ട് രണ്ടുപേരും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ അടുക്കളയിൽ എന്താ പാറുകൂട്ടി പ്രസാദം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അരവണ്ണത്തിൻ്റെ പ്രസാദം. അങ്ങനെ അവൾ അതെടുത്ത് കഴിച്ച് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അത് കണ്ടപ്പോൾ അത് കഴിച്ചു. പിന്നെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടിച്ചിൽ കുറച്ച് എരിവ് കുറവായതുകൊണ്ട് ചീരമുളക് കുറച്ച് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം ഉണ്ടായിരുന്നു. ബദാം ഏട്ടൻ കൊണ്ടുവന്ന ബദാമായിരുന്നു. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 മണിക്കൂർ വയ്ക്കുമ്പോൾ അതൊന്ന് കുതിർന്ന് വരുമ്പോൾ നല്ലതാണ്, നല്ല പ്രോട്ടീൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു, എനിക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കാടമുട്ടി അതുപോലെ തന്നെ കോഴിമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പാറുവിനും ആദ്യം ചോറ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പാറു കഴിക്കുക എന്താണെന്നറിയില്ല. അങ്ങനെ അത് ആദ്യക്കൂട്ടിനും പാറുക്കുട്ടിക്ക് ഇത് ഏട്ടൻ വന്ന ശേഷം വാങ്ങിയൊരു പ്ലേറ്റ് ആട്ടോ. ഇങ്ങനെ പാറുക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് വേണം, പ്ലേറ്റ് കിട്ടിയാൽ ഫുൾ ചോറും തിന്നുന്നൊക്കെ. അങ്ങനെ പ്ലേറ്റൊക്കെ വാങ്ങിയത് പാറുക്കുട്ടി നല്ല തീറ്റ തിന്നുന്നുണ്ട്. അവൾക്ക് ക്യാരറ്റ് ആയാൽ മതി. ക്യാരറ്റും മുട്ടയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അവിയലും അതുപോലെ മീനുണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ അത് ആദ്യക്കൂട്ടിന് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ക്യാരറ്റ്, രണ്ടുപേരും ക്യാരറ്റിൻ്റെ ആളാണ്. അവിയലിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പാറുക്കുട്ടി 2 പ്രാവശ്യം ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അവൾ നന്നായിട്ട് വയറ് നിറയോളം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല, ഫുഡ് കഴിക്കാൻ വളരെ ബാക്കിക്കാട്ടോ അവൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ അവൾ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ട് കയ്യും മുഖമൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട്. നല്ല മഴയായിരുന്നു രാവിലെ, നല്ല മഴയായിരുന്നു പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനത്തെ മഴ കണ്ടിട്ടില്ല. നല്ല വലിയ തുള്ളികളായ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനത്തെ മഴ ഉണ്ടാകുമ്പോൾ അതാ പാറുക്കുട്ടിക്കും ആദിക്കും ഈ ഒരു ജനവാതിലൊക്കെ തുറന്നിട്ട് കുറേ നേരം മഴ കണ്ട് അവർ ഭയങ്കര കളിയിലായിരിക്കും. മഴയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇത് ആദിക്കുട്ടിനെ ഉറക്കി ഞങ്ങളിതാ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങളൊരു കുറേ കുപ്പികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കുപ്പിയിൽ ഞാൻ അതിന് മുന്നേ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുപ്പിയിൽ കൂടി ഒന്ന് പെയിൻറ്റ് കൊടുത്തൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ചെറിയൊരു പണിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പാറുക്കുട്ടിക്കും ഭയങ്കര ആഗ്രഹം പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാറുക്കുട്ടി ഈ ഒരു യെല്ലോ പെയിൻറ്റ് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓറഞ്ചിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൊടുത്ത് പകുതി ആവണ വരെ ആദ്യക്കൂട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ്ങിന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആദ്യം ഉണർന്നതിന് ശേഷം ആദ്യക്കൂട്ടന് കളിപ്പാട്ടം എടുത്ത് കൊടുത്ത് അപ്പോൾ കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു. പാറുക്കുട്ടി ചിത്രത്തിൽ കളറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനും കുറേ വലിച്ചിട്ടിട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. എല്ലാതും അവൻ പെറുക്കി നന്നായിട്ട് വലിച്ചിടായിരുന്നു. അങ്ങനത്തെ പാറുക്കുട്ടി ക്ലാസ്സിൽ പോവാത്ത കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം കുറച്ച് വർക്കും കാര്യങ്ങളും അവൾ ചെയ്യാനുണ്ടായിരുന്നു. പോവാതെ പനി ആയതുകൊണ്ട് കുറച്ച് ദിവസം ലീവായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പേന വെച്ച് എഴുതുമെന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ടാട്ടോ ഈ പേന വെച്ച് എഴുതുന്നത്. ശരിക്കും ചെറിയ കുട്ടികൾക്ക് പേന ഉപയോഗിക്കാൻ പാടില്ല, പെൻസിൽ ഉപയോഗിച്ചാണ് എഴുതാറ്. അപ്പോൾ എങ്ങനെയെങ്കിലും എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ച് പേനെങ്കിൽ പേന എന്ന് വിചാരിച്ചിട്ടാണ് എഴുതിക്കോട്ടെ വിചാരിച്ചു. അവൾക്കൊരു മൂഡ് വരുമ്പോൾ അവൾ അല്ലാതെ എഴുതിട്ടോ. അങ്ങനെ ചെറിയൊരു സമ്മാനം അതുപോലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കാനുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ സംവിധാനത്തോടു കൂടിയാണ് അവളെ എഴുത്തിനിരുത്താറ്. അവൾക്ക് ചെറിയൊരു മടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കാൻ 2 പ്രാവശ്യം എഴുതിയാൽ മിഠായി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെയൊക്കെ സോപ്പിട്ടാൽ അവളെല്ലാതെ എഴുതി തീർക്കൂട്ടോ. അങ്ങനെ അത് എല്ലാതെ എഴുതി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു വാങ്ങിയ അലമാറയാണ്. ഈ അലമാറേൻ്റെ ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് എഴുതാറ്. ഈ ഒരു സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടാണ് എഴുതാറ്. അങ്ങനെ ആദ്യക്കൂട്ടൻ അതിൻ്റെ വണ്ടി വെച്ച് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിന് ശേഷം ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാ വൈകുന്നേരമായി ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഈ ഒരു വീഡിയോ കോള്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ കുറേ നേരം അതിൻ്റെ ഓരോ കോപ്രായങ്ങൾ അച്ഛന് വേണ്ടി കാണിച്ചു കൊടുക്കുമായിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ഒരു രസകരമായിട്ടുള്ള കാട്ടിക്കൂട്ടലായിരുന്നു അവൻ്റേത് കേട്ടോ. അങ്ങനെ അച്ഛനെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യക്കൂട്ടം കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറുക്കുട്ടി ഇതാ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകമൊക്കെ എടുത്ത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിത്രങ്ങൾ നോക്കി വായിക്കാൻ കേട്ടോ. അങ്ങനെ ഓരോ ചിത്രം നോക്കി അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ അവളെ വായന കൊളാക്കാൻ വേണ്ടിയിട്ട് ആദ്യക്കൂട്ടനും കുറേ നേരം വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റേതായ കുറച്ച് കുസൃതിത്തരം കുറച്ച് കൂടുതലാണ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ അവൻ്റെ ഓരോ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞതാ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ.